വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളൊന്ന് ലുലുക്ക് പോവാണ്. ലുലുവിലെന്താ പരിപാടി? കുപ്പികൾ ഇടാൻ പോവാണ്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ച ബോട്ടിൽസാണിത്. ഞങ്ങളുടെ അടുത്ത് 100 ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ടിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ലുലുക്കാണ് പോണത്. ലെറ്റ്സ് കം വിത്ത് ആസ്. അപ്പോൾ യു എയിൽ താമസിക്കുന്ന കുറച്ച് പേർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ബോട്ടിൽസ് വെച്ചിട്ട് നമുക്ക് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും. ആ പോയിൻറ്റ്സ് പിന്നീട് നമുക്ക് റിഡീം ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. ബോട്ടിൽസ് ഇടാൻ പോകുന്നതിന് മുന്നേ സ്പാർക്ക്ലോ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ലുലു എത്തിയിട്ടുണ്ട്. ഞങ്ങളിൽ 100 ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അത് എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ അവിടെ കയറി കുറേ തിരിഞ്ഞു നോക്കി കുപ്പിടാണ് സ്ഥലം. അവസാനം ഞങ്ങൾ കുപ്പിടാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ മെഷീൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ഓൾറെഡി മുന്നേ 2 പേര് വന്നിട്ട് ബോട്ടിൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്തുള്ള ബോട്ടിൽസ് കണ്ടപ്പോൾ ഞങ്ങളുടെ കിളി പോയി. കാരണം അത്യാവശ്യം അത്രയധികം ബോട്ടിൽസ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. ഒരു 5-6 വലിയ കവർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ആദ്യം അത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവരുടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാമെന്ന്. പക്ഷേ അവർ ഞങ്ങളെ കയ്യിലുള്ള ചെറിയ കവർ കണ്ടപ്പോൾ അവരെന്നെ ഞങ്ങൾക്ക് മാറി തന്നു. നിങ്ങൾ ഇട്ടോളിന്ന് പറഞ്ഞിട്ട് മാറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിൽസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോഴാണ് നമ്മൾ ബോട്ടിൽസ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആ റെഡ് കളർ അതിൻ്റെ പ്രോസസ്സിങ് ടൈമാണ്. എഗെയിൻ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ബോട്ടിൽ ഇടേണ്ടത്. ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ, എനിക്ക് എത്തൂലല്ലോ. അപ്പം എൻ്റെ ചാച്ച എടുത്തിട്ട് ഞാനും ഇട്ടൊരു ബോട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്. അതിൽ ഓൾറെഡി നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കയറിയിട്ട് ഓഫേഴ്സ് എന്നുള്ള ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ഓഫേഴ്സൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഓൺലി 21 ബോട്ടിൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഓഫേഴ്സൊക്കെ വളരെ കുറവാണ് ഇതിൽ. പിന്നെ മാപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബ്ലൂ കളേഴ്സിൽ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രേ കളറിലുള്ളിടത്തൊന്നും ഇത് അവൈലബിൾ അല്ല എന്നാണ്. സോ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഗായ്സ്, നമ്മൾ ലുലുക്ക് വന്നാൽ ഒന്നും വാങ്ങാതെ പോകണ മോശമല്ലേ. പിന്നെ എൻ്റെ മാമാനെ സോപ്പിട്ട് മുട്ടായി വാങ്ങാൻ പോയി. അപ്പം ഗായ്സ്, മാമ എനിക്ക് വാങ്ങി നിൽക്കണ് മുട്ടായില്ല, പല്ലൊക്കെ വെച്ചിട്ട് ജ്യൂസാണ് വാങ്ങി നിൽക്കണ്. അപ്പം എനിക്ക് മാമ കേപ്സും വാങ്ങിയാണ്, പിന്നെ ആപ്പിളും വാങ്ങിയാണ്. ആ രണ്ടും എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഞാൻ മാമനെ ഐസ്ക്രീം വാങ്ങാൻ സോപ്പിട്ട് പിന്നെ മാമ എനിക്ക് വാങ്ങിയെന്ന്. സോ ഗായ്സ്, ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. പറഞ്ഞോ? പറയാലോ? പറ. പ്ലീസ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.